Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള പായസത്തിന്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. സാധാരണ എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു പായസമാണ്. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടാവും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പിന്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറുപ്പും വെളുപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ്. വേറൊരു പാത്രത്തിലോട്ടേക്ക് നമുക്ക് കോരി വെക്കാം. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ആവശ്യത്തിന് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. 1 പാക്കറ്റ് പാലും 1.5 കപ്പ് വെള്ളവുമാണിത്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. എന്നാലും എപ്പോഴും ഒരു ശ്രദ്ധ വേണം. പാലാണ് പെട്ടെന്ന് തിളച്ച് പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതിലോട്ടേക്ക് 1.25 കപ്പ് ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാരയോ ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ ശർക്കര പാനി തന്നെ ചേർക്കാം. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്മെയ്ഡും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിള വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വേവാനുണ്ട്. കുറച്ച് സമയം കഴിയുന്നതോടുകൂടി ഇതൊന്ന് കുറുകി വരും. അപ്പോൾ കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരത്തിന്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിർബന്ധമൊന്നുമില്ല, ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ചേർത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി മാത്രമാണ് ഉള്ളതെങ്കിൽ അതിന്റെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. നല്ല ഹെൽത്തിയുമാണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.